അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ സന്തോഷ സമാധാനം അല്ലാഹു നിലനിർത്തി തരട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങളെ അല്ലാഹു തആല പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ആജിലും കാമിലുമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്ലിസുൽ ഇജാബയിലും അതുപോലെ ഈ ക്ലാസ്സൊക്കെ പങ്കെടുക്കുന്ന സഹോദരന്മാർ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകമായി നിങ്ങൾ ഉണർത്താനുള്ളത്, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. അതിനു വേണ്ടിയാണ്. അതിൻ്റെയൊക്കെ മുന്നേ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്നുണ്ട്. അതിലൊക്കെ എല്ലാ മുഅ്മിനീങ്ങളും പങ്കെടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ ആളുകളും പങ്കെടുപ്പിക്കുക. ഒരുപാട് അത്ഭുത ഫലം ലഭിക്കുന്ന മജ്ലിസാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവുമായിട്ടാണ്. നമുക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. നാം എല്ലാവരും മാനസികമായി അതല്ലെങ്കിൽ ശാരീരികമായി ടെൻഷനിലാണ് ഉണ്ടാവുക. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങളിൽ എണ്ണി നോക്കുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി ദിവസങ്ങളൊക്കെ നാം ടെൻഷൻ അനുഭവിച്ച ആളുകളായിരിക്കും. അഥവാ മാനസിക സമ്മർദ്ദമുള്ള നടന്ന ആളുകളായിരിക്കും. മനസ്സിന് സമാധാനമില്ലാതെ, സമാധാനം കിട്ടാതെ, പ്രയാസം അനുഭവിച്ച് കഷ്ടപ്പെട്ട് നടന്ന ആളുകളായിരിക്കും. എന്നാൽ അത്തരം ആളുകൾക്ക് ഒരു ടെൻഷനുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അധികമൊന്നുമില്ല, ചെറിയ ഒരു ദിക്ർ. ആ ദിക്റിലൂടെ നമ്മുടെ ടെൻഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നാം ചെയ്യേണ്ടത്, പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം, നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന്റെ ദിക്ർ ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് നാം ഒരു 11 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എങ്ങനെ ചെല്ലേണ്ടത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാ ആളുകളും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക. ചെല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്നിങ്ങനെ രാവിലെ സുബഹിസ്കാരത്തിന് ശേഷം 11 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ മഗ്‌രിബിന് ശേഷം വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞ ദിക്ർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരിപ്പിൽ നിന്ന് 11 പ്രാവശ്യം വീണ്ടും ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ എന്ന് പറയുന്ന, മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന മാനസിക പിരിമുറുക്കം ഒന്നും അല്ലാഹു തആല നമ്മളിലേക്ക് എത്തിക്കുകയില്ല. അത്തരം ഉള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മീ പറഞ്ഞതായ അമലി അല്ലാഹു നമ്മെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഉപകാരമുള്ള ഒരു അമലായി അല്ലാഹു അത് പരിഗണിക്കട്ടെ, സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, നമ്മുടെ മജ്ലിസ് ഇജാബിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.